ഉണ്ണികൃഷ്ണൻ്റെ കല്യാണം ഭാഗം 11. ഓഹോ, അതിനിടയിൽ നീ എപ്പെത്തി? എല്ലാം കേട്ടോണ്ട് നീ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? ഏയ് അല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന വഴിയാ. അപ്പോഴാണ് ഈ ലീലാവിലാസങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞത്. എന്ത് ലീലാവിലാസങ്ങൾ? ഓ, കൊച്ചു കള്ളൻ, ഒന്നും അറിയാത്ത പോലെ. പറ, ആ കുട്ടി നിന്നോട് ഐ ലവ് യു എന്നല്ലേ പറഞ്ഞിട്ട് പോയത്? അല്ലേടാ? അവനൊരല്പം നാണത്തോടെ ചോദിച്ചു. അതെ, അത് തന്നെ അവൾ പറഞ്ഞിട്ട് പോയത്. അതിന് മറുപടി കൊടുക്കാൻ നിന്നപ്പോഴാ അവൾ ഓടിപ്പോയത്. ആണോ? ശോ, കഷ്ടായിപ്പോയി. കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു ഞാൻ, അല്ലേടാ ഉണ്ണി? പിന്നെ നീ വരാത്തത് വലിയ നഷ്ടമായിപ്പോയി. ഒരു റൊമാൻറ്റിക് സീനല്ലേടാ നിനക്ക് കാണാൻ പറ്റാണ്ടായത്. നീ കളിയാക്കിയതല്ലല്ലോ? ഏയ്, അങ്ങനെ തോന്നിയോ നിനക്ക്? ആ, ഇനിയിപ്പോൾ തോന്നിയാലും കുഴപ്പമില്ല. നീയാണ് ഓരോന്നും പറഞ്ഞ് അതിനെ വഴിതെറ്റിക്കാൻ നോക്കുന്നത്. ആര്? ഞാനോ? ആ, നീ തന്നെ. എടാ, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ. 14-ാം വയസ്സിൽ ഞാനതിനെ പുഴയിൽ നിന്നും രക്ഷിച്ചെന്നും പറഞ്ഞുകൊണ്ടാ അതെൻ്റെ പിറകെ നടക്കുന്നത്. ഇപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്താലും ആ കുട്ടിയുടെ തലയിൽ കയറില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? ഇനി നീ അതിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചോ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ദേ ബാസി, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോവുള്ളൂ എന്നും പറഞ്ഞാണോ വന്നിരിക്കുന്നത്? എന്താലോചിച്ചിട്ടാ നീ ഇതൊക്കെ പറയണത്? എടാ, അതൊരു നസ്രാണി കൊച്ചാ. ഞാനോ ഒരു ഹിന്ദുവും. ഈ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനാണോടാ നിന്റെ പരിപാടി? ഓ പിന്നെ, ഒന്ന് പോടാ അവിടുന്ന്. ആ കുട്ടിയെ നീ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത് ജാതി മതം നോക്കിയിട്ടാണോടാ? എടാ, പ്രണയത്തിന് ജാതി മതം ഒന്നും ഇല്ലെന്നാ കവികൾ വരെ ഇവിടെ പാടിയിരിക്കുന്നത്. അപ്പോഴാ അവൻ്റെ ഒരു തത്വം പറച്ചിൽ. എൻ്റെ ദൈവമേ, എന്നാ എന്നോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് പറയാനായിട്ട് വരിക? അതെങ്ങനെ? ഈ ഉള്ളവൻ ഇവിടെ ഉണ്ടെന്ന വല്ല വിചാരം മൂപ്പർക്ക് തോന്നണ്ടേ? അല്ലേടാ ഉണ്ണി? ഓ, ഒന്ന് നിർത്തടാ. വെറുതെ വാചകം അടിക്കാതെ നീ വരണുണ്ടോ എൻ്റെ കൂടെ? ഇതാണ് പറയണത്, എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ ദൈവം ആയുധം കൊടുക്കില്ല എന്ന്. ബാസി അവൻ്റെ താടിക്ക് കയ്യും കൊടുത്ത് അന്തം വിട്ടു നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് ഉണ്ണിക്കും ചിരിക്കാതിരിക്കാനായില്ല. എന്നാ ശരി, നീ ആലോചിച്ച് അതിൻ്റെ പൊരുളും ഉള്ളടക്കവും എല്ലാം കണ്ടുപിടിച്ച് വായോ. ഞാൻ ഏതായാലും പോണു. ആ ആനി തന്നെ എൻ്റെ സമയം പകുതി കളഞ്ഞു. ഇനി നിന്നെ കൂടി കാത്തു നിന്നാലേ ശരിയാവില്ല, കേട്ടല്ലോ? ഉണ്ണി വേഗം ചാവി തിരിച്ച് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് കണ്ടതും ബാസി പെട്ടെന്ന് ആലോചനയെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് നിന്ന നിൽപ്പിൽ നിന്നും ഓടി വന്നു. നിൽക്കടാ ഉണ്ണി, ഞാനും കൂടിയുണ്ട്. അവൻ വളരെ വേഗതയിൽ ചാടിക്കയറി വണ്ടിയിലിരുന്നു. ഇനി വിട്ടോ. അവൻ വണ്ടി സ്റ്റാർട്ടാക്കി വളയം തിരിക്കാൻ തുടങ്ങി. ഉണ്ണി, ഇന്ന് എന്താടാ രാവിലെ കഴിക്കാൻ നിൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കിയേ? കഞ്ഞിയും ചമ്മന്തിയും. ഹായ്, അത് മതി. അതിൽ കൂടുതൽ എന്ത് വേണം? എൻ്റെ അമ്മ വീട്ടിലൊരു കുറ്റി പുട്ടുണ്ടാക്കി വെച്ച് കുടുംബശ്രീ പണിക്ക് എങ്ങാണ്ടോ പോയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങേ ചെയ്യില്ല. എന്നിട്ടും അമ്മ അത് തന്നെ ഉണ്ടാക്കി വെച്ച് പോകും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഓ, അത് ശരി. അപ്പോൾ നീ എന്നെ കാണാൻ വേണ്ടി വന്നതല്ല, കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാനായി പുറപ്പെട്ടതാണ് അല്ലേടാ? പിന്നെ അല്ലാണ്ടേ, നിൻ്റെ അമ്മയ്ക്കൊരു പ്രത്യേക കൈപുണ്യമല്ലേടാ. ആ ഉണക്കമുളക് അടുപ്പിൽ ചുട്ടെടുത്ത് മാങ്ങയുടെയും ഉപ്പിൻ്റെയും കൂടെ ചേർത്തരച്ച് ഒരു നുള്ളു വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി ഇളക്കി അത് നല്ല ആവി പാർന്ന നെല്ല് കുത്തേരി കഞ്ഞിയുടെ കൂടെ തൊട്ട് നോക്കി അങ്ങനെ കഴിച്ചാൽ കിട്ടുന്ന ഒരു സ്വാദുണ്ടല്ലോ, ആഹാ, അതിൽ പരം സന്തോഷം വയറിനും നാവിനും കിട്ടാനില്ലട ഉണ്ണി. വളരെ നന്നായിട്ടുണ്ട്. നിന്നെയൊക്കെ പട്ടിണിക്കിടാതെ നന്നായി നോക്കി വളർത്തിയതും പോരാ, എന്നിട്ട് ആ പാവം അമ്മയെ വെറുതെ ഇരുന്ന് കുറ്റം പറയുന്നോടാ ബാസി. അമ്മയെ കുറ്റം പറഞ്ഞാൽ ശാപം കിട്ടൂടാ നിനക്ക്. പാവല്ലടാ നിൻ്റെ അമ്മ. നിനക്ക് വേണ്ടിയിട്ടല്ലടാ അതിങ്ങനെ കഷ്ടപ്പെടാൻ പോകുന്നത്. ഞാൻ തമാശ പറഞ്ഞതല്ലേടാ. നിനക്കറിയില്ല എൻ്റെ അമ്മയെ, പാവാ. എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ അമ്മയെ എനിക്ക് ജോലിക്കൊന്നും വിടാതെ എൻ്റെ അടുത്ത് തന്നെ നിർത്താൻ.
അതിനുവേണ്ടി ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ നിനക്ക്? എവിടെയെങ്കിലും പ്രതീക്ഷയോടെ ഒന്ന് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലോ അവർക്കെല്ലാം തികഞ്ഞിരിക്കണം. 1-2 വർഷം ജോലി ചെയ്ത എക്സ്പീരിയൻസ് ആണ് അവർക്ക് പ്രധാനമായും വേണ്ടത്. എവിടെയെങ്കിലും ജോലിക്ക് കയറി ജോലി ചെയ്താലല്ലേ ഈ എക്സ്പീരിയൻസ് എന്ന സാധനം കിട്ടുള്ളൂ എന്ന് ഇവന്മാർക്കൊന്നും അറിയില്ലേണാവോ. ആ, അത് ശരിയാ നീ പറഞ്ഞത്. വളരെ സത്യമായ ഒരു കാര്യമാണ്. ഇതൊക്കെ ഇന്ന് പതിവല്ലേടാ. എന്തായാലും നീ വിഷമിക്കാതിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ നിന്റെ അമ്മയുടെ കാര്യം, നിനക്ക് ജോലി കിട്ടിയാലും അമ്മയ്ക്ക് കഴിയുന്ന പോലെയൊക്കെ പണിയെടുത്തോട്ടെ. ഇപ്പോൾ ചെയ്യുന്ന ഭാരപ്പെട്ട പണികൾ ചെയ്യിപ്പിക്കാതിരുന്നാൽ മതി. കാരണം പണിയെടുത്തുകൊണ്ട് ആർക്കും ഒരു ദോഷവും സംഭവിക്കില്ലടാ ബാസി. പണിയെടുക്കുന്ന നമ്മുടെയൊക്കെ മനുഷ്യ ശരീരത്തിന് നമ്മൾ റെസ്റ്റ് കൊടുത്താലേ അവർക്ക് കൂട്ടായി പിന്നെ പലരും കടന്നു വരുള്ളൂ. കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ എന്ന് വേണ്ട പല പുതിയ പേരുകളും നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് നീ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എൻ്റെ അമ്മയോട് ഞാനെന്നും പറയാറുണ്ട്, വയ്യ എന്നൊരിക്കലും പറയരുതെന്ന്. നമുക്കെന്നും കഴിയുന്നത് പോലെ പണിയെടുക്കുക. നീ കേട്ടിട്ടില്ലേ, മരണം വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണമെന്ന്. ആ, ഈ തത്വം പറഞ്ഞ് നീ എൻ്റെ അമ്മയുടെ അടുത്തെങ്ങാനും പോയേക്കരുതേ. പിന്നെ എന്നെ ഒരു നേരം പോലും വെറുതെ ഇരിക്കാൻ അമ്മ സമ്മതിച്ചെന്ന് വരില്ല കേട്ടോ. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം നല്ല ചൂടുള്ള കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച സന്തോഷം ബാസിക്കും വിശപ്പ് മാറാനായി സ്നേഹത്തോടെ അത് അവന് വിളമ്പി കൊടുത്ത ഭാനുമതി അമ്മയ്ക്കും ഒത്തിരി സന്തോഷമായി. തമാശകളും പരിഭവങ്ങളും പറഞ്ഞ് ആ ദിവസവും അങ്ങനെ കടന്നുപോയി. നാളുകൾ അങ്ങനെ കഴിഞ്ഞു. ആനിയുടെ പരീക്ഷാ ചൂടെല്ലാം അവസാനിച്ചിരുന്നു. പണ്ടൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ അവൾ അമ്മച്ചിയുടെ നാട്ടിലേക്ക് ഒരു ഓട്ടമായിരുന്നു. എന്നാൽ ഇന്ന് അതിലൊന്നും വലിയ താല്പര്യമില്ലാതായതിനു കാരണം അവളുടെ ഏക സന്തോഷം ഉണ്ണി മാത്രമായിരുന്നു എന്നതാണ്. എല്ലാ ഞായറാഴ്ച കുർബാനയിലും പള്ളിയിൽ ചെന്നാൽ അവൾക്ക് പ്രാർത്ഥിക്കാൻ ഉണ്ണിയുടെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പൊന്നി ഈശോ അല്ലേ, ഈശോയുടെ വിധിപ്രകാരമല്ലേ എന്നെ അന്ന് ഉണ്ണിച്ചേട്ടൻ പുഴയിൽ നിന്ന് രക്ഷിച്ചതും എനിക്ക് പിന്നീട് അതിയാനോട് ഇഷ്ടം തോന്നിയതും അല്ല. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ എന്നതാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. എന്തായാലും ഇനി ഇത് പറ്റുകയില്ല. ഈ ആനിക്കൊച്ചിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണോ തമ്പുരാനെ? ഇതിനു മാത്രം എന്നാ തെറ്റാ ഞാൻ ചെയ്തേ? ആ, ഈ മെഴുകുതിരി പോലെ ഉരുകി ഒലിക്കാനാകും എൻ്റെ വിധിയെന്നും പറഞ്ഞ് അവൾ ഒരു കുഞ്ഞിനെ പോലെ ഓരോരോ പരാതികളും കർത്താവിനോട് പറഞ്ഞു ബോധിപ്പിച്ച ശേഷം നെറ്റിയിൽ കുരിശ് വരച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ക്രിസ്മസ് രാത്രിയിൽ, എടാ ഉണ്ണി, കഴിഞ്ഞോ നിന്റെ അലങ്കാരപ്പണികൾ? ദേ, ആ കരോൾ സംഘം ഇപ്പോൾ ഇങ്ങെത്തും. എല്ലാ കൊല്ലവും നമ്മുടെ ഈ ക്ലബ്ബിൽ നിന്ന് നല്ലൊരു സംഭാവന കൊടുക്കുന്നതല്ലേ. ഇത്തവണയും അത് മുടങ്ങാൻ പാടില്ല. പള്ളിയിലെ ഓർഫനേജിൽ താമസിക്കുന്ന കുട്ടികൾക്കെല്ലാം അത് വലിയൊരു സഹായമായിക്കൊള്ളും. അല്ലേടാ ഉണ്ണി? നീ പറഞ്ഞത് ശരിയാ. അതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് വേണ്ട നല്ല നാടൻ പച്ചക്കറികൾ എല്ലാ മാസവും അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അവിടുത്തെ പള്ളിയിലെ അച്ഛന് അത് വലിയൊരു സന്തോഷവുമാണ്. അതൊക്കെയല്ലടാ ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ. കരോൾ സംഘത്തെ കാത്തിരിക്കുന്ന അവർക്കിടയിലേക്ക് വന്നു ഭവിക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിനായി നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.